ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ വിരലുകളെ കുറിച്ചാണ്. വിരലുകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വിരലുകൾക്ക് എന്തെല്ലാം പേരുകളാണ് നമുക്കറിയാം. ഏഹ് എല്ലാവർക്കും അറിയില്ലേ, നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും അറിയില്ലേ ഇത്. നോബിര നൃത്ത കലാലയത്തിലെ നൃത്ത വിദ്യാർത്ഥിനികളായ എല്ലാ മക്കൾക്കും ഈ വിരലുകൾക്ക് എന്താ പറയുകയെന്നറിയാലോ? പറയൂ. തള്ളവിരൽ, ചൂണ്ടാണി വിരൽ, നടുവിരൽ, മോതിര വിരൽ, ചെറുവിരൽ. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് പറയുക. ചെറിയ വിരൽ, അങ്ങനെ മോതിര വിരൽ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ഡാൻസ് പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് ഈ വിരലുകളെ കുറിച്ചിട്ട് വിരലുകൾക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് തള്ളവിരലിന് നമ്മൾ പറയുക അങ്കുഷ്ടം, തർജനി, ഇതിന് തർജനി, മധ്യമം, അനാമിക, കനിഷ്ഠിക. ഇത്രയും പേരാണ് വിരലുകൾക്ക് നമ്മൾ പേരിടും. ഈ അങ്കുഷ്ടത്തിന് നമ്മൾ എന്താ സങ്കല്പിക്കുന്നത് വെച്ചെങ്കിൽ, ഇതിൽ നമ്മൾ അടങ്ങിയിരിക്കുന്നത് സങ്കല്പം എന്താ വെച്ചാൽ അഗ്നി, പിന്നെന്താ ബ്രഹ്മം, ഈശ്വരൻ. ഈ തള്ളവിരലിൻ്റെ സങ്കല്പം അതാണ്. തള്ളവിരലിൽ എന്തെല്ലാം സങ്കല്പിക്കുന്നു അതാണ്. മനസ്സിലായല്ലോ? പിന്നെ നമ്മൾ തർജനിയാണ്. തർജനിയിൽ നമ്മൾ എന്താ, ജീവനും അഹങ്കാരമാണ്. ഈ തർജനി എന്ന് പറഞ്ഞാൽ ഭയങ്കര, നമ്മൾ ചൂണ്ടിയൊക്കെ സംസാരിക്കില്ലേ, അത് തെറ്റാണെന്ന് പറയുകയാണ്. ചൂണ്ടി സംസാരിക്കുക, അഹങ്കാരമുള്ള ആളുകളാണ് ഇങ്ങനെ ചൂണ്ടി സംസാരിക്കുക. അപ്പം നമ്മൾ ആരോടും ഇങ്ങനെ ചൂണ്ടി സംസാരിക്കരുത്, അത് ആർക്കും ഇഷ്ടമല്ല. പഴമക്കാരൊക്കെ പറയും ചൂണ്ടി സംസാരിക്കരുത്, എൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞേക്കാറില്ലേ, അങ്ങനെ. അപ്പം അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. പിന്നെന്താ, മധ്യമയിൽ നമ്മൾ എന്താ വെച്ചാൽ, അത് നമുക്കറിയാം, ആകാശം. മധ്യമയിൽ ആകാശമാണ്, ആകാശം. പിന്നെന്താ, അനാമിക എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. അനാമിക എന്ന് പറഞ്ഞാൽ കനിഷ്ഠിക പറഞ്ഞ ജലം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മളെ വിരലുകൾക്ക് പേരും